കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലയാളം യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിന് വേണ്ടി മാത്രമുള്ള ഒരു ചാനലിൽ ഒരു ആർട്ട് മെറ്റീരിയൽ അൺബോക്സിങ് വീഡിയോ വന്നു. അപ്പോൾ മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ചാനലിൽ ഒരു ആർട്ട് മെറ്റീരിയൽ അൺബോക്സിങ് വീഡിയോ വരാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ അൺബോക്സിങ് വീഡിയോ ആണ്. എന്തുകൊണ്ട് സ്പെഷ്യൽ എന്നല്ലേ, ഈ പ്രൊഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് banggood.in എന്നുള്ള സൈറ്റ് അയച്ചു തന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലേക്ക് എനിക്കൊരു മെയിൽ വന്നു. എക്കോ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് മെയിൽ അയച്ചത്. banggood.in എന്നുള്ള സൈറ്റ് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് റിവ്യൂ പ്രോഗ്രാം, അതിലേക്ക് പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് വെച്ചിട്ട് മെയിൽ വന്നേ. മെയിൽ കണ്ടപ്പോൾ അതിന് നമ്മളെ കിളിവാടി, നമ്മൾ എക്സൈറ്റഡ് ആയി. ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു, ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു ലിങ്ക് അയച്ചുതരാം, ലിങ്ക് കയറി നോക്കുക, ആ പ്രൊഡക്ട്സ് ഇഷ്ടമായെങ്കിൽ അവർ എനിക്ക് അത് ഫ്രീ ആയിട്ട് അയച്ചു റിവ്യൂ ചെയ്യുക, സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുക, അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ പ്രൊഡക്ട്സ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് അൺബോക്സ് ചെയ്ത് നോക്കി. വേറെ ഒന്നും പറയാനില്ല, നിങ്ങൾ ആ അൺബോക്സ് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വന്നു ഗായ്സ്. അപ്പോൾ ദേ Banggood നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഇതാണ്. ഇങ്ങനൊരു പാക്കേജിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം നിങ്ങളുടെ മുമ്പിൽ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് പ്രൊഡക്ട്സിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അൺബോക്സിങ്. കളർ പെൻസിൽ, 72 കളർ പെൻസിലിൻ്റെ ബോക്സാണ് നമുക്ക് Banggood അവർ അയച്ചു തന്നേക്കുന്ന റിവ്യൂ ചെയ്യാനായിട്ട്. 72 കളർ പെൻസിൽ. ഞാനിത് ജീവിതത്തിൽ ഇതുവരെ 72 കളർ പെൻസിൽ ഒരുമിച്ച് വാങ്ങിച്ചിട്ടില്ല, ഒരുമിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, നമ്മളൊരു മാക്കൊക്കെ വാങ്ങിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഫീലാണ്. ഇതിൻ്റെ ഫിനിഷിങ് നോക്ക്. ഈ ഒരു മെറ്റാലിക് കവറ്, കേരളത്തിൽ കിട്ടുന്ന ഏതെങ്കിലും പെൻസിൽസിന് ഇതുപോലെ മെറ്റാലിക് കവറുണ്ടോ? ഓപ്പൺ ചെയ്യാൻ നമുക്ക് നമ്മുടെ Banggood നമുക്ക് അവർ റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്ന 72 കളർ പെൻസിൽസ്. ഡെയിലി എന്ന ബ്രാൻഡിൻ്റെ കളർ പെൻസിൽസ് ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം, ലുക്ക് വൈസ് എങ്ങനെയുണ്ടെന്ന്. ഇത് ഒരു മെറ്റാലിക് ബോക്സിലാണ് ഇത് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് ഇത്. നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് ആണ്. എനിക്കൊരു മാക് ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയത്. അത്രയും നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി ബോക്സാണ്. 72 പെൻസിൽസ് ഉണ്ട്. ഡെയിലി എന്നൊരു ബ്രാൻഡാണ്. നോൺ ടോക്സിക് ആണ് പെൻസിൽസ്. 72 കളർ പെൻസിൽസ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സെക്ഷനായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം കളർ പെൻസിൽസ്. അത് ഈ കളേഴ്സിൻ്റെ ഒരു വേരിയേഷൻ നോക്കും. വാമായിട്ടുള്ള കളേഴ്സ്, കൂളായിട്ടുള്ള കളേഴ്സ്, ഗ്രീൻ, ബ്രൗൺ, എല്ലാത്തിൻ്റെയും ഒരുപാട് തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. യെല്ലോ, പിന്നെ ഓറഞ്ച്, റെഡ്, പിങ്ക്, വയലറ്റ്, ബ്ലൂ, ആദ്യം നിന്ന് ഗ്രീനിലേക്ക് നല്ല ഗ്രീനിൻ്റെ ഒരുപാട് വേരിയേഷൻസ്, ബ്രൗൺ, അതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ള ഒരുപാട് കളേഴ്സ്. അപ്പോൾ ഈ ഒരു പെൻസിൽസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിൻ ടോൺസ് ഒരു നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സ്കിൻ ടോൺസിനുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ വരയ്ക്കാനായിട്ട്, അനിമൽസിനെ വരയ്ക്കാനായിട്ട് എല്ലാത്തിനും പറ്റുന്ന കളേഴ്സ് ഉണ്ട്. 72 കളേഴ്സ് ഉണ്ടല്ലോ. 72 കളേഴ്സ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമുക്കിത് ട്രൈ ചെയ്യാണ്ട് ഇതിനെ ഫുൾ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പെൻസിൽസ് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ 2 ടൈപ്പിലുള്ള പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഐവറി ഷീറ്റ്, 2 ആർട്ടോൻ്റെ ഡ്രോയിങ് ഷീറ്റ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഐവറി ഷീറ്റ് നല്ല സ്മൂത്താണ്, ആർട്ടോൻ്റെ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് റഫാണ്.
ഇതിൽ രണ്ടിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പീച്ച് കളർ എടുത്ത് നോക്കാം. സ്കിൻ ടോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന കളറാണ് ഇത്. വാവ്, നല്ല ബട്ടറി സ്മൂത്തായിട്ട് ഈ ഒരു പെൻസിൽ പേപ്പർ പിടിക്കുന്നുണ്ട്. നമുക്ക് 2-3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കളർ പിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വേറൊരു ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഓറഞ്ച്. ഓ, ഞാൻ വിചാരിച്ചേക്കാളും നല്ല റിസൾട്ടിൽ മുകളിൽ കളർ അപ്ലൈ ആവുന്നു നോക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇവരെനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കള്ളത്തരൊന്നും കാണിക്കുന്നില്ല, അറിയാലോ. നമുക്കിനി വേറെ ഡിഫറെൻറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡ് നോക്കാം. ലൈറ്റ് ബ്ലൂവിൻ്റെ ഞാനും ഈ ഒരു പെൻസിൽസ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ബ്ലൂവിൻ്റെ 2 സ്ഥലത്തും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. ഇതിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ പിടിക്കുന്നത് ഞാൻ അപ്പം തന്നെ പറയും, ലൈവായിട്ട് ചെയ്യുന്നത്. വാവ്, പിടിക്കുന്നുണ്ട്. റഫ് പേപ്പറിലും പിടിക്കുന്നുണ്ട്, സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിലും പിടിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉണ്ട് പെൻസിൽസിന്. ഇനി ഒരു കാര്യം ചെക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് ഷെയ്ഡ് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതൊരുവിധം നല്ല ക്വാളിറ്റിയുള്ള പെൻസിൽസിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന്, കേരളത്തിലെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പെൻസിൽ സാധാരണ അങ്ങനെ പിടിക്കാറില്ല. ഒരു ഡാർക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഡാർക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഈ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഡാർക്കിൻ്റെ മുകളിൽ അത്രയ്ക്ക് ലൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണ പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുന്ന മെത്തേഡ് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ റിവേഴ്സ് ചെയ്ത് നോക്കിയത്, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം അത്ര ബിഗ് ക്വാളിറ്റി കാണിക്കുന്നില്ല. പക്ഷേ സാധാരണ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുന്നവർക്ക്, അതിന് ശരിക്കും പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ അല്ലെങ്കിൽ പെൻസിൽ കളറിങ്ങിൻ്റെ ടെക്നിക്ക് അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കളേഴ്സിൻ്റെ വൈബ്രൻസ് നോക്കാം. ഇപ്പോൾ ഗ്രീൻ, നല്ല ഫ്ലോറസെൻ്റ് ടൈപ്പ് ഗ്രീൻ ഉണ്ട്, അത് നോക്കാം. അപ്പം ഇങ്ങനെയുള്ള കിറ്റ് വാങ്ങിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 72 കളേഴ്സ് ഉണ്ടല്ലോ. ഇത് ഗ്രീനിൻ്റെ തന്നെ പലതരം ഷെയ്ഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ അടുത്തടുത്ത ഗ്രീൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 2 ഷെയ്ഡിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കാം. കണ്ടോ, ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ലീവ്സും അതുപോലെ സീനറീസും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വേരിയേഷൻസിലുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും ഈ ബാങ്കുഡ് എന്ന സൈറ്റ്, അതിൽ നിന്ന് എങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം ആഡ് ചെയ്യുന്നതാണ്. ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് പെൻസിൽ ഒരുവിധം നല്ല ക്വാളിറ്റി ഉണ്ട്, കളേഴ്സ് നല്ല വൈബ്രൻസി ഉണ്ട്. ലെയർ ബൈ ലെയറായിട്ട് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ലെയർ ബൈ ലെയറായിട്ട് ഈ പെൻസിൽസ് വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള പേപ്പറിലും റഫായിട്ടുള്ള പേപ്പറിലും നല്ല രീതിയിൽ കളേഴ്സ് പിടിക്കുന്നുണ്ട്. ചില പെൻസിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ടുള്ള പേപ്പേഴ്സിൽ പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെ നല്ല സ്മൂത്തായിട്ടുള്ള ഐവറി ഷീറ്റാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ റഫായിട്ടുള്ള പേപ്പറും യൂസ് ചെയ്തിട്ട് അതിൽ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് പെൻസിലിന് മനസ്സിലായി. പിന്നെ ഈ ധൈര്യം എന്നുള്ള ബ്രാൻഡ് കേരളത്തിലധികം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഇതുപോലെ ബ്രാൻഡുകൾ പരിചയപ്പെടുന്നത് വളരെ നല്ലതല്ലേ. അപ്പോൾ എനിക്കും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഗുണങ്ങൾ മനസ്സിലാവുന്നുണ്ട്.
ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പെൻസിൽസ് ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു ടൈഗറിൻ്റെ പടം, ഒരു കടുവയുടെ പടം വരച്ചിട്ടുണ്ട്. ആ ടൈം ലാപ്സ് വീഡിയോ കാണിച്ചു തരാം. പക്ഷേ ആ വീഡിയോ കാണാൻ പോകുമ്പോൾ എന്താണ് ബാങ്കുഡ് സൈറ്റ്, അതിൽ കയറി എങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങാം, എന്തൊക്കെയാണ് അവരുടെ ഓഫേഴ്സ് എന്ന് നോക്കാം. എനിക്ക് അവർ അയച്ചു തന്നത് ഡെയിലി എന്ന ബ്രാൻഡിൻ്റെ 72 കളർ പെൻസിലിൻ്റെ ഒരു കിറ്റാണ്. ഏകദേശം 3500 മേലെ ഒരു റേറ്റ് വരും ഇതിന് ശരിക്കും. പക്ഷെ അവരുടെ സൈറ്റിൽ ഇപ്പോൾ കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ഈ ഒരു പെൻസിലിനുണ്ട്. അതുപോലെ തന്നെ ന്യൂ യൂസർ കൂപ്പൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് Banggood.in എന്നുള്ള സൈറ്റ് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് വഴി കയറുകയാണെങ്കിൽ ഒരു ന്യൂ യൂസർ കൂപ്പൺ കിട്ടും. അത് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ 10% ഓഫ് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സൈറ്റിൻ്റെ ലിങ്കും ഈ യൂസർ കൂപ്പണിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കയറി നോക്കുക. പിന്നെ പറയാനുള്ള കാര്യം, Banggood.in എന്ന് പറഞ്ഞ ഒരു ചൈനീസ് സൈറ്റാണ്. ഏകദേശം 70,000-ലും മേലെ മെറ്റീരിയൽസ് അവരുടെ കയ്യിലുണ്ട്. സംഭവം ആമസോൺ പോലെ തന്നെ സൈറ്റ്. ഇപ്പോൾ നിങ്ങൾ പല യൂട്യൂബേഴ്സും ഈ സൈറ്റ് റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ സൈറ്റിൽ നിന്ന് ഐറ്റംസ് വാങ്ങിയിട്ട് അവർ അൺബോക്സിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിലൊരു സാധാരണ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവർ പിടിച്ച് നിൽക്കാനായിട്ട് ഒരുപാട് ഡിസ്കൗണ്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ സാധാ സൈറ്റിൽ ഇല്ലാത്ത തരത്തിലുള്ള വെറൈറ്റി പ്രൊഡക്ട്സ് ഒക്കെ ഇതിലുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ യൂസറിനുള്ള കൂപ്പൺസ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ്, പല സീസണിൽ പല ഡിസ്കൗണ്ട്സ് ഒക്കെ ആയിട്ട് സംഭവം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആമസോണിൽ നിന്നൊക്കെ ആർട്ട് മെറ്റീരിയൽ വാങ്ങുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഈ സൈറ്റിലൊന്ന് കയറി നോക്കുക. സംഭവം സെയിം പ്രൊഡക്റ്റ് തന്നെ ചിലപ്പോൾ റേറ്റ് കുറവിൽ ഈ സൈറ്റിൽ കിട്ടിയെന്ന് വരും. പിന്നെ ഓപ്പണായിട്ടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് പ്രൊഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലും ഒരു ഗുണം കിട്ടും. കാരണം അവരെനിക്ക് വെറുതെ ഫ്രീ ആയിട്ട് എന്തായാലും പ്രൊഡക്ട്സ് അയച്ചു തരും എന്ന് പറഞ്ഞാലും അവർക്കൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാവുമല്ലോ. അവരുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഇത്രയാണ്. നമ്മുടെ 25,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ചാനലിൽ അവരുടെ സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്രത്തോളം പേര് കയറുന്നു, എത്രത്തോളം പേര് മെറ്റീരിയൽസ് വാങ്ങുന്നു, അത്രയാണ് അവർ നോക്കുള്ളൂ. അങ്ങനെ കൂടുതൽ പേര് കയറുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കൊണ്ട് സൈറ്റിന് എന്തെങ്കിലും രീതിയിലുള്ള മാർക്കറ്റിംഗ് നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് കിട്ടും. മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഞാൻ ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ഗീവ് അവേ ആയിട്ട് ചെയ്യും. അതാണ് സംഭവം. അപ്പോൾ ഈ പെൻസിലിൻ്റെ ഗീവ് അവേ എപ്പോഴാണെന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു പടം കൂടി പെൻസിൽ വെച്ചിട്ട് വരച്ച് നോക്കട്ടെ. അപ്പോൾ എന്താ പടം വരയ്ക്കണേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പോർട്രേറ്റ് വരയ്ക്കണോ, ലാൻഡ്സ്കേപ്പ് വരയ്ക്കണോ, അതുപോലെ തന്നെ സ്റ്റിൽ ലൈഫ് വരയ്ക്കണം, അതുപോലെ തന്നെ ഇതുപോലെ മൃഗങ്ങളുടെ പടം വരയ്ക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം 72 പെൻസിലൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു തവണ കൂടി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കമൻറ്റ് അനുസരിച്ച് ആ പടം ഞാൻ നോക്കി ട്രൈ ചെയ്യാം. ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഈ പെൻസിൽ ഗീവ് അവേ ചെയ്യാം. അപ്പോൾ എനിക്കെന്ത് കിട്ടുന്നു അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും. ആ കാര്യത്തിൽ പേടിക്കണ്ട. അപ്പോൾ സൈറ്റിൻ്റെ പേര് Banggood.in എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഐറ്റംസ് വാങ്ങുക, സൈറ്റ് നോക്കുക, ന്യൂ യൂസർ കൂപ്പൺ യൂസ് ചെയ്യുക, ഡിസ്കൗണ്ട് റേറ്റിൽ ഈ സംഭവങ്ങൾ വാങ്ങുക. അത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടൈം ലാപ്സ് വീഡിയോ ഇതിപ്പോൾ കാണിച്ചു തരാം. ടൈഗറിനെ വരയ്ക്കുന്ന വീഡിയോ വരച്ചപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വേരിയേഷൻസ് ഓഫ് പെൻസിൽ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പുതിയൊരു ബ്രാൻഡാണ് ഡെയിലി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് പെൻസിൽസാണ്. എനിക്കറിയില്ല എങ്ങനെ അതിൻ്റെ റിസൾട്ട് വരാൻ. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ടിട്ട് നിങ്ങൾ ആ പടം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ഇതുവരെ എത്തിച്ച നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ വ്യൂവേഴ്സിനും കമൻറ്റ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന, അൺലൈക്ക് ചെയ്യുന്ന, നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയുന്ന, അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് ഗ്രൂപ്പിലുള്ള ആർട്ട് ലവേഴ്സ് ഗ്യാങ്, ആർട്ട് ലവേഴ്സ് ആർമി, ആ ഗ്രൂപ്പിലുള്ള എനിക്ക് നേരിട്ടും അല്ലാതെയും പരിചയമുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും താങ്ക്സ് പറയാണ്. Banggood.in എന്നുള്ള സൈറ്റിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇതുപോലെ പുതിയ യൂട്യൂബേഴ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെയൊക്കെ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ സുഹൃത്ത് എക്കോയ്ക്കും താങ്ക്സ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.